ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം 2-3 ദിവസമായിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയൊക്കെ 2-3 ദിവസത്തെ റെസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. ഡ്യൂട്ടിക്കൊന്നും പോയില്ല 2-3 ദിവസമായിട്ട്. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് തിരിച്ചു വന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു 6-7 ദിവസമായിട്ട് ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഈവനിങ് വ്ലോഗ് എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു ഈവനിങ് വ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇവിടെ സമയം 7 മണിയായി. 7 മണിയായിട്ടും ഇവിടെ ഇതാണ് അവസ്ഥ. 7 മണി 7:30 ആയി കേട്ടോ. 7:30 ആയിട്ടും ഇതാണ് അവസ്ഥ. ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു ഇത്. ഇപ്പം വിൻ്ററിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇപ്പം കുറച്ചുകൂടെ നേരത്തെ സന്ധ്യ ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 10 മണിയൊക്കെ ആയിട്ട് നേരം സന്ധ്യാവത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വെളിച്ചം നല്ല വെളിച്ചം ഉണ്ടാവും ഒരു 10 മണി വരെ. അതുകൊണ്ട് തന്നെ സമ്മർ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറക്കമൊക്കെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവും. അപ്പം കൊച്ച് നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് ആളെ ഒന്ന് ഉറക്കി. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലായി. ഈ ടൈമിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് തീർക്കാൻ വേണ്ടി. ഇവിടെ ഫുള്ള് വൃത്തികേടാക്കി കിടക്കുകയാണ്. പ്രത്യേകിച്ച് കിച്ചൺ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പം ഇതൊന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കി സെറ്റായിട്ട് കാണാം. അപ്പം കൊച്ച് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം ആൾക്ക് ഇച്ചിരി വീറ്റാബിക്സ് എടുത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇച്ചിരി പാല് ചൂടാക്കാൻ ഓവനിലോട്ട് വെക്കാം. ഓക്കെ. വെള്ളം വേണ്ടേ? ഓ ദേ ഞാനിപ്പോൾ ഇവിടെ സൗണ്ട് കുറച്ച് വെച്ചേക്കുവാണ്. കാരണം കോപ്പിറൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കയറാൻ തുടങ്ങും. ഒരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. ബൈ. അടുമ്പോൾ ബൈ കൊടുത്തേ. ടാറ്റാ കൊടുത്തേ. ടാറ്റാ കൊടുത്തേ. ടാറ്റാ പറ. ടാറ്റാ ടാറ്റാ പറ. ടാറ്റാ പറ വെച്ച് പറ. ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. അങ്ങനെയല്ല ടാറ്റാ. അപ്പം ഇനി നമുക്ക് കൊച്ചിൻ്റെ ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കാം. സ്റ്റെറിലൈസർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പം സ്റ്റെറിലൈസറിൽ ഒരു 90 ml വാട്ടർ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ അടുക്കി വെക്കുക. എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. എന്നാലും ഇത് അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു രീതിയിൽ മേളിലത്തെ തട്ടിൽ നിപ്പിൾ അതിൻ്റെ ക്യാപ്പ് അങ്ങനെ അടുക്കി വെക്കുക. അടുക്കി വെച്ചതിന് ശേഷം താഴത്തെ തട്ടിൽ നമുക്ക് ബോട്ടിൽസ് വെക്കാനുള്ളതാണ്. ഒരു 5 ബോട്ടിൽസോളം പോകും എൻ്റെ സ്റ്റെറിലൈസറിൽ. ഇത് കേട്ടോ ഫിലിപ്സിൻ്റെ സ്റ്റെറിലൈസറാണ്. അപ്പം 5 ബോട്ടിലോളം പോകും. 2 പീജിയൻ്റെ ബോട്ടിലും 2 ടോമി ടിപ്പിയും പിന്നെ ഒരു വാട്ടർ ബോട്ടിലുമാണ് ഞാൻ ഇപ്പോൾ വെച്ചേക്കണേ. അപ്പം ഇത് നന്നായിട്ട് അടുക്കി വെച്ച് ഇത് കവർ ചെയ്ത് നമ്മുടെ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിക്കോളും, സ്റ്റെറിലൈസ് ആയിക്കോളും. അപ്പം നമ്മളിത് ഇതേപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതിൻ്റെ അകത്ത് വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല. വൺസ് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ചെയ്യാനായിട്ട് നമ്മൾ പുറത്തെടുത്ത് വെക്കണം. കാരണം ഇവിടെ
ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അധികം വെയിൽ കിട്ടാറില്ല. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് നല്ല ടിഷ്യൂ കൊണ്ടോ ഒക്കെ നല്ല തുണി, അതായത് ക്ലീൻ ആയിട്ടുള്ള ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ നമ്മൾ നന്നായിട്ട് തുടച്ചിട്ട് ജസ്റ്റ് വെക്കുക. അപ്പോൾ തന്നെ ഡ്രൈ ആക്കുക. വാട്ടറോടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആവാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇവിടുന്ന് ഇതെടുത്ത് കഴിഞ്ഞ പാടെ, അതായത് സ്റ്റെറിലൈസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞ പാടെ നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ഏരിയയിൽ വെച്ചാൽ മതി, അത് തന്നെ ഡ്രൈ ആയിക്കോളും. പക്ഷേ ഇവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നല്ല ക്ലീൻ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ ആ സമയത്ത് ആ കൊച്ചിനെ ഒന്ന് റെഡിയാക്കണം. ആൾക്ക് നല്ല കോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് കുളിപ്പിക്കുന്നില്ല ഇന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് ദേഹമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി ഒന്ന് ഇരുത്തണം. സ്വന്തം ടോയിനെക്കാട്ടിലും ഇവിടുത്തെ പാത്രങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണിത് നിൽക്കണേ. എത്ര വൃത്തിയാക്കി വെച്ചാലും ഇത് നോക്കൂ, നമ്മൾ ടെമൂന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. ഈ ലോക്കൊക്കെ ഇവിടെ ലോക്ക് ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഒന്നിനും ലോക്കില്ല. അതുകൊണ്ട് നമ്മൾ ടെമൂന്ന് ലോക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ ലോക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആൾ തന്നെ തുറന്ന് ഇപ്പം പരിപാടിയായി ഇതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങൾ എടുക്കലാണ്. അതുകൊണ്ട് ഇപ്പം നോക്കാറേ ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അപ്പം അവളുടെ ടോയ്സിനേക്കാളും കൂടുതൽ അവൾ ഇവിടുത്തെ പാത്രങ്ങളെയാണ് സ്നേഹിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായി. അപ്പം നടക്കുന്നുണ്ട് പരിപാടി. ഇനിയിപ്പോൾ ഇതെല്ലാം താഴെ ഇടും. ഇവിടെ എല്ലാം ഫുൾ പാത്രങ്ങളായിരിക്കും, ഈ കിച്ചൺ മുഴുവൻ. അപ്പം ആളെ ഇവിടുന്ന് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഇനി പ്രെയർ എല്ലാം പോവാണ്. ഈ സോഫ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ആരും വിചാരിക്കരുത്. ഇത് ഇരിക്കുന്ന സോഫ തന്നെയാണ് കേട്ടോ. കാരണം സോഫ തിരിച്ചിടുമ്പോഴത്തേക്കും ആൾ സോഫയിലോട്ട് കയറിയിട്ട് ആ മേളിലത്തെ ഫോട്ടോസൊക്കെ എടുക്കലാണ് പരിപാടി. അതുകൊണ്ട് നമ്മൾ സോഫ ഈ ഒരു രീതിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പം നമ്മൾ പ്രെയർ എല്ലാം പോവാണ്. ഹലോ, അപ്പം പ്രെയറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഉറങ്ങാനുള്ള പ്ലാനിങ് ആണ്. അപ്പം പുറത്ത് പോകുന്നതിന് മുമ്പേ നമ്മൾ കുളിച്ചിട്ടൊക്കെ പോയതുകൊണ്ട് ഇനിയിപ്പം കുളി അങ്ങനത്തെ പരിപാടീസൊന്നുമില്ല. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുക, അത്രയൊക്കെ ഉള്ളു പരിപാടി. അങ്ങനെ ഉറങ്ങാനുള്ള പ്ലാനിങ് ഒക്കെയാണ്. അപ്പം ഇവിടെ ഒരാളും ഉറങ്ങാൻ പോവുകയാണ് അല്ലേ? ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്കോ. അപ്പം ഉറങ്ങാൻ പോവാണ്. അങ്ങനെ അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈവനിങ് വ്ളോഗിങ്. ഇന്നധികം കാര്യമായിട്ടുള്ള പണിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് എന്താണ്, ചേട്ടായി ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഫുഡൊക്കെ ആണെങ്കിലും ഡ്യൂട്ടിക്ക് പോകുന്ന ആ സമയത്ത്, അതായത് വൈകുന്നേരം ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഡ്യൂട്ടിക്ക് പോണേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിന്നറൊക്കെ അതിന് മുമ്പേ നമ്മൾ കഴിക്കും. അപ്പം ഫുഡ് ഇനി രാത്രിയിലത്തേക്ക് അങ്ങനെ കഴിക്കില്ല. ഇനി അഥവാ വിശന്നിട്ടുണ്ടെങ്കിൽ വല്ലതും എടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ. അപ്പം ഇനി കിടക്കുക. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓരോ ആൾക്കാരും കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. ടാറ്റാ.